സിൻസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം ഓൾറെഡി ബ്ലെസ്ഡ്, ഐ ഡോണ്ട് നീഡ് ടു വർക്ക് ഹാർഡ്. നമ്മുടെ ഒരുപാട് യൗവനക്കാരിടയിൽ ഇന്ന് വളരെ വേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു റോങ് ടീച്ചിങ് അല്ലെങ്കിൽ ഫാൾസ് ടീച്ചിങ് ആണ് ശരിക്കും ഞാൻ ഈ പറഞ്ഞത്. അതായത് ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എസ്പെഷ്യലി ഞാൻ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി ബ്ലെസ്ഡ് ആയിക്കോളും. ഇത് വലിയ അപകടം പിടിച്ചൊരു ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ്. ഇത് ഒരുപാട് യൗവനക്കാരുടെ ഫ്യൂച്ചറിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ വ്യക്തമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നൊരു കാര്യം ഇതാണ്. ബൈബിൾ ഒരിടത്തും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നോ പ്ലാൻ ചെയ്യേണ്ടെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, അതിൻ്റെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ അല്ലെങ്കിൽ നാം ചെയ്യണമെന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സോ നമുക്ക് 1-2 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോവേർബ്സ് അതിൻ്റെ ചാപ്റ്റർ 10 വേഴ്സ് 4. അതിങ്ങനെയാണ് പറയുന്നത്: ലേസി ഹാൻഡ്സ് മേക്ക് ഫോർ പോവർട്ടി, ബട്ട് ഡിലിഗന്റ് ഹാൻഡ്സ് ബ്രിങ് വെൽത്ത്. അടുത്തൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. അത് 2 Thessalonians ചാപ്റ്റർ 3 വേഴ്സ് 10. അതിങ്ങനെയാണ് പറയുന്നത്: ദ വൺ ഹൂ ഈസ് അൺവില്ലിംഗ് ടു വർക്ക് ഷാൽ നോട്ട് ഈറ്റ്. ഇനി വേറൊരു വാക്യം ഞാൻ വായിക്കാം. കൊലോസിയൻസ് ആണ്. അത് അതിൻ്റെ ചാപ്റ്റർ 3 വേഴ്സസ് 23 and 24. Whatever you do, work at it with all your heart, as working for the Lord. You will receive an inheritance from the Lord as a reward. ഇനി വീണ്ടും പ്രോവർബ് അതിൻ്റെ ചാപ്റ്റർ 6 അതിൻ്റെ വേഴ്സസ് 6 to 11. ദ ആൻഡ് ലെസൺ ആണ്. ഗോ ടു ദ ആൻഡ്, യു സ്ലൈസ് കൺസിഡർ ഇറ്റ് വേസ് ആൻഡ് ബി വൈസർ. നിങ്ങൾ ഉറുമ്പിനെ നോക്കി കുത്തി പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വാക്യങ്ങൾ ഞാൻ എടുത്താണ്, ഒരുപാട് വാക്യങ്ങൾ താഴോട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ശരിക്കും വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾക്കൊരു ചർച്ച് തന്നെങ്കിൽ, നമുക്കൊരു ജോലി തന്നെങ്കിൽ, നമ്മൾക്ക് ഒരു ബിസിനസ് തന്നെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാനും വിഷൻ കാണാനും ഒക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എങ്കിൽ മാത്രമേ അത് വളരത്തുള്ളൂ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചതാണ്, ഗ്രേസ് ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യേണ്ടതെന്ന് വീട്ടിൽ കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ശരിക്കും സ്ട്രഗിളിലായി പോകത്തേ ഉള്ളൂ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച താലന്തിൻ്റെ ഉപമയിൽ അത് വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത്, അത് പാട്ട് പാടാനാവാം, ചിലപ്പോൾ അത് മ്യൂസിക്കിൻ്റെ ഏരിയയിലാവാം, ചിലപ്പം പ്രസംഗിക്കാനാവാം, ചിലപ്പോൾ ബിസിനസ് ചെയ്യാനാവാം, ചിലപ്പം ജോലി ചെയ്യാനാവാം, ചിലപ്പോൾ നല്ലപോലെ പഠിക്കാനാവാം. എന്താണോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല നിങ്ങളുടെ താലന്ത്, അത് നിങ്ങൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ തന്നെ നിങ്ങൾ യൗവനക്കാർ ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ദ ബൈബിൾ സേസ്. അങ്ങനെ ചെയ്യുമ്പം ആർക്കും ചിന്തിക്കാത്ത നിലയിൽ നിങ്ങളുടെ ജീവിതം ഉയരും. നേരെ മറിച്ച് ഇതിനെ ഒരു ഉഴപ്പാനുള്ള ലൈസൻസായിട്ട് നിങ്ങൾ ഈ പ്രോമിസുകളെ എടുക്കരുത്. അങ്ങനെ എടുത്താൽ ആർക്കും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. ഇത് തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പോയി കഴിയും. സോ ഈ ഇന്നത്തെ ടീച്ചിങ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.